Welcome to today's video. First of all, let me say, ഞാൻ ഒരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റോ സ്റ്റോക്ക് മാർക്കറ്റ് വിദഗ്ധനോ ഒന്നുമല്ല. നമുക്ക് സൈക്കോളജിക്കലായിട്ട് കുറേ നല്ല രീതിയിൽ നമ്മുടെ മെൻ്റൽ സ്ട്രെങ്ത് ഉണ്ടാക്കിയാൽ മാത്രമേ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ വർഷങ്ങളായിട്ട് ഐ ആം ആക്ച്വലി വെരി പാഷനറ്റ്. ആ പാഷൻ കാരണം നമ്മൾ കണ്ടുപിടിച്ച കുറച്ച് സാധനങ്ങൾ നമ്മൾ പ്രൊഫഷണൽസ് എങ്ങനെ ചെയ്യുന്നു എന്നൊരു റിസർച്ച് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ കുറേ കാര്യങ്ങൾ മറ്റവർക്കും പഠിപ്പിക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ ഈ ഒരു പോസ്റ്റ് ഇടുന്നത്. ഓക്കെ, എൻ്റെ ടെലിഗ്രാം ചാനൽ ദ ബെസ്റ്റ് ലൂസർ വിൻസ് എന്നാണ് പേര്. അപ്പോൾ ഞാൻ അതിനകത്ത് അപ്പം എടുക്കുന്ന ആ ഒരു ട്രേഡിൻ്റെ പൊസിഷൻ മീൻസ് അതിനെ സ്ട്രൈക്ക് റേറ്റോ PNLോ ഒന്നും ഞാൻ അതിനകത്ത് കാണിക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ അതെല്ലാം നിയമവിരുദ്ധമാണ്. ഇന്ന് നമ്മൾ ആരെയും പ്രൊവോക്ക് ചെയ്യുക, PNL കാണിച്ച് പ്രൊവോക്ക് ചെയ്യുക, അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്ത് PNL കാണിക്കുക, ഇതൊക്കെ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നിയമവിരുദ്ധമാണ്. ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് പ്യുവർലി ദ മൈൻഡ് സെറ്റ് ആൻഡ് എന്താ പറയുക ദ പ്രോസസ്സ്. ഇത് രണ്ടുമാണ് ഞാൻ ഇതിനകത്ത് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കൊരു റൂൾ ബേസ്ഡ് ട്രേഡിംഗ് എന്ന് പറയും. നമുക്കൊരു റൂൾ മൈൻഡിലുണ്ട്. ആ റൂൾ നമ്മൾ ഫോളോ ചെയ്താൽ മാത്രമേ ട്രേഡിംഗ് സക്സസ് ആവത്തുള്ളൂ, മറ്റൊരു ജോലി പോലെ അല്ല. അപ്പം ഫസ്റ്റ് മോർണിംഗ് 8:30 പതിവ് പോലെ തന്നെ നമ്മൾ മന്ത്ലി ചാർട്ടും ഡേ ചാർട്ടും നോക്കുമ്പം അതിൻ്റെ അനാലിസിസ് ആണ് ഞാൻ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത്. ഞാനത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ചാനൽ ഫോളോ ചെയ്യുമ്പോഴത്തേക്ക് നീറ്റായിട്ട് നിങ്ങൾക്ക് ഇതെല്ലാം കാണാൻ പറ്റും. ഓക്കെ, അടുത്ത നമ്മൾ ട്രേഡിനായിട്ട് നമ്മൾ കറക്റ്റ് നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ ഫസ്റ്റ് എൻ്റെ ഒരു അലാം ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് 10 മണിക്കാണ്. 10 മണിക്ക് ഞാൻ നോക്കുമ്പോഴത്തേക്ക് ചാർട്ടിൻ്റെ പൊസിഷൻ ഇതാണ്. ഡേ ഹൈ ബ്രേക്ക് ആയാലും എനിക്ക് അവിടെ കൺഫർമേഷൻ കിട്ടുന്നില്ല, അവിടെ സസ്റ്റെയിൻ ചെയ്യുന്നില്ല ക്യാൻഡിൽ. അതായത് താഴെ 1-2 റെഡ് ക്യാൻഡിൽ വന്നിട്ട് വീണ്ടും മേലോട്ട് പോവുകയാണെങ്കിൽ അതിനെ നമുക്കൊരു കണ്ടിന്യൂറ്റി ആയിട്ട് കരുതാം. അതൊന്നും അവിടെ സംഭവിക്കാത്തതുകൊണ്ട് ഞാൻ അവിടെ ഒന്നും ട്രേഡ് എടുക്കുന്നില്ല. പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു റെഡ് ക്യാൻഡിൽ റിവേഴ്സൽ വരുന്നുണ്ട്. അത് പതുക്കെ ഞാൻ 3 മിനിറ്റ് ചാർട്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് നോക്കുകയാണ്. 3 മിനിറ്റ് ചാർട്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് ഡേ ഹൈ ബ്രേക്ക് ചെയ്ത് തിരിച്ച് വരികയാണ്. അപ്പോൾ തിരിച്ച് വന്നാൽ നമുക്ക് മേളിലൊരു ടോപ്പ് കിട്ടി. ടോപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ മേളിൽ എപ്പോഴും SLs കൂടുതൽ ഫോം ആവുന്ന ഒരു സ്ഥലമാണ്. അത് ഒരു ലിക്വിഡിറ്റി ഏരിയ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇത് ഒരുപാട് താഴോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് ഡേ ഹൈയിൽ നിന്ന് താഴോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് 41 പോയിൻറ്റ്സ് താഴോട്ട് വന്നപ്പോഴത്തേക്ക് തന്നെ അവിടെ ചെറിയ 2 ടോപ്പ് വീണ്ടും ഫോം ആയപ്പോഴത്തേക്ക് ഞാൻ ഇവിടെ ഫസ്റ്റ് ട്രേഡ് ഇനിഷ്യേറ്റ് ചെയ്തു. ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, ഐ ഹാവ് ഇനിഷ്യേറ്റഡ് മൈ ഫസ്റ്റ് ട്രേഡ്. അത് 11:05 അപ്പോൾ ഈ 41 പോയിൻ്റ് എന്ന് പറയുന്നത്, നിഫ്റ്റിയിൽ 41 പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മളൊരു ഓപ്ഷൻ സെല്ല് ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് മാക്സിമം ഒരു 18 to 20 പോയിൻറ്റ്സ് മാത്രമേ വരത്തുള്ളൂ സ്റ്റോപ്പ് ലോസ്. നിഫ്റ്റിയിൽ 41 പോയിൻ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു അറ്റമണി നമ്മൾ ചെയ്യുകയാണെങ്കിൽ, ഞാൻ എപ്പോഴും അറ്റമണി ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്, അറ്റമണിയാണ് ഞാൻ ചെയ്യുന്നതും. അപ്പം നമുക്ക് ഏകദേശം 20 പോയിൻറ്റ് സ്റ്റോപ്പ് ലോസേ വരത്തുള്ളൂ. 20 പോയിൻറ്റ് ഇൻറ്റു 65 ഒരു ലോട്ട് സൈസ്. ഇതാണ് നമ്മുടെ ഒരു ലോട്ടിൻ്റെ ഒരു SL. ഓക്കെ, അപ്പം ട്രേഡിംഗ് ചെയ്യുന്നവർക്ക് ക്ലിയർ ആയിട്ട് ഇതൊക്കെ അറിയാം, ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യമില്ല. അപ്പോൾ സ്റ്റോപ്പ് ലോസ് അത്രയും ചെറുതായതുകൊണ്ട് അതനുസരിച്ച് ഒരു ക്വാണ്ടിറ്റി സൈസ് ചെയ്യുമല്ലോ. അപ്പോൾ അതനുസരിച്ചുള്ള ഫസ്റ്റ് ക്വാണ്ടിറ്റി ഞാൻ അവിടെ ആഡ് ചെയ്യുകയാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത പ്ലാൻ എന്ന് പറയുന്നത് ഡേ ലോ ബ്രേക്ക് ചെയ്യണം. ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, ഡേ ലോ ബ്രേക്ക് ചെയ്താൽ പോരാ, ഡേ ലോ ബ്രേക്ക് ചെയ്ത് അവിടെ സസ്റ്റെയിൻ ചെയ്യണം. സസ്റ്റെയിൻ ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ അടുത്ത പൊസിഷൻ ബാക്കിയിരിക്കുന്ന പൊസിഷൻസ് നമ്മൾ ആഡ് ചെയ്യാനായിട്ട് നോക്കത്തുള്ളൂ. അപ്പോൾ ഇവിടെ വേറെ ഒരു ടോപ്പും വേറെ ഫോം ആവുന്നില്ല, നേരെ ബ്രേക്ക് ചെയ്യാണ്, നേരെ വലിയ ക്യാൻഡിലാണ് വീഴുന്നത്. ഇവിടെയാണ് ഒരു ചെറിയൊരു ലേണിംഗ് നിങ്ങൾക്ക് ഞാൻ പറയാനുള്ളത്. ന്യൂ ബി ട്രേഡേഴ്സ് അല്ലെന്നുണ്ടെങ്കിൽ പുതുതായിട്ട് ട്രേഡിങ്ങിൽ വരുന്നവർ ഈ 2 റെഡ് ക്യാൻഡിൽ കാണുമ്പോൾ തന്നെ പെട്ടെന്ന് ട്രേഡ് അങ്ങ് എടുക്കും. അപ്പം ഇവിടെയാണ് നമുക്ക് ചെറിയൊരു ലേണിംഗ് ഉള്ളത്. അപ്പം നമ്മൾ ഈ ക്യാൻഡിൽസ് വന്ന് ബോട്ടം ടച്ച് ചെയ്യുമ്പം നമ്മൾ ട്രേഡ് എടുക്കുന്നില്ല, അതിന് പകരം വി ആർ വെയിറ്റിംഗ് ഫോർ ദ കൺഫർമേഷൻ. അവിടെയാണ് ഈ ഒരു ലേണിംഗ് ഞാൻ പ്രത്യേകം എടുത്ത് പറയുകയാണേ. അതാണ് നമ്മൾ ഈ വലിയ ക്യാൻഡിൽസ് വീഴുമ്പോൾ നമ്മൾ ട്രേഡ് എടുക്കത്തില്ല, ഒരു പ്രൊഫഷണൽസ് എടുക്കത്തില്ല. പിന്നെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇത് അവിടെ നിന്ന് പുൾ ബാക്ക് പോയി മേളിലോട്ട് പോയി വീണ്ടും ഇത് താഴോട്ട് വന്ന് ആ സപ്പോർട്ട് ലൈനിൽ തന്നെ താഴെ ടച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും നമുക്ക് ട്രേഡിൻ്റെ അഡീഷൻ കൂട്ടാനോ അതിൻ്റെ കൂടെ പൊസിഷൻസ് ആഡ് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല, അടുത്ത സ്ട്രൈക്ക് നമുക്ക് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. കാരണം നമ്മുടെ റൂൾ അനുസരിച്ച് അത് ഡേ ബ്രേക്കായി അവിടെ സസ്റ്റെയിൻ ചെയ്യണം. അപ്പോൾ ഇതിനകത്തൊന്നും ചാൻസ് കിട്ടുന്നില്ല. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്ക് ചെറിയൊരു പുൾ ബാക്ക് മേളിലോട്ട് പോകുന്നു. പക്ഷേ ഇവിടെ ഈ സിനാരിയോയിൽ ചെറിയൊരു മാറ്റം വരുന്നത്, ഈ ക്യാൻഡിൽ തന്നെ മേളിലോട്ട് പോയി ആ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത്, അത് വെച്ചാൽ കഴിഞ്ഞ സ്വിംഗ് ബ്രേക്ക് ചെയ്ത് മേളിലോട്ട് പോയായിരുന്നെങ്കിൽ ഇതിൻ്റെ സീനിൽ കുറച്ച് മാറ്റങ്ങൾ വരും. കാരണം എപ്പോഴും ഈ ഒരു സ്വിങ്ങിൻ്റെ മേളിലും SLs ഉണ്ടാവും, അതൊക്കെ ട്രിഗർ ആവും, മേളിലോട്ട് പോകാനുള്ള പോസിബിലിറ്റിയും അവിടെ ഉണ്ട്. എപ്പോഴും വി സി ഇൻ ടേംസ് ഓഫ് പോസിബിലിറ്റി, വി ഡോണ്ട് ഹാവ് എനി കൺവിക്ഷൻ എബൌട്ട് ദ ചാർട്ട്. ഓക്കെ, നെക്സ്റ്റ് ഇത് മേളിൽ പോകുകയാണെങ്കിൽ അവിടെ നമുക്കൊരു ചെറിയൊരു ഓപ്പോസിറ്റ് ട്രേഡ് വേണമെങ്കിലും ചെറിയ ക്വാണ്ടിറ്റിയിൽ വേണമെങ്കിൽ ചെയ്ത് നോക്കാം. പിന്നെ രണ്ടാമത് അത് അവിടെ സസ്റ്റെയിൻ ചെയ്യുന്നില്ല, വീണ്ടും ആ ഹൈയെക്കാട്ടിലും വീണ്ടും താഴ്ന്ന ഒരു ഹൈ ഉണ്ടാക്കി അത് വീണ്ടും ബോട്ടം ലൈനിലാണ് സസ്റ്റെയിൻ ചെയ്യുന്നത്. ബോട്ടം ലൈനിൽ സസ്റ്റെയിൻ ചെയ്യുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് നമുക്കത് ബ്രേക്ക് ചെയ്ത് അത് സസ്റ്റെയിൻ ചെയ്യണം. ഇവിടെ ഒന്നും ബ്രേക്കിംഗ് നടക്കുന്നില്ല. ഏകദേശം 1 മണി കഴിഞ്ഞു,
1:30 എന്നിട്ടും ബ്രേക്കിംഗ് ഒന്നും നടക്കുന്നില്ല. കറക്റ്റ് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഏകദേശം 2 മണിയായി. 2 മണിയാകുമ്പോഴത്തേക്കും ഒരു ബ്രേക്കും നടക്കുന്നില്ല. ഇത് നമ്മുടെ ലാസ്റ്റാണ് നമ്മൾ ചാർട്ട് നോക്കുന്നത്. 2 മണി കഴിഞ്ഞ് നമ്മൾ ട്രേഡ് എടുക്കുന്ന ഒരു സിസ്റ്റം നമുക്കില്ല. അതുകൊണ്ട് ഇവിടെ വെച്ച് നമ്മൾ ട്രേഡ് അവസാനിപ്പിക്കുകയാണ്. പിന്നെ എക്സ്പയറി ഡേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഈ പ്രീമിയമിൻ്റെ കാൽക്കുലേഷൻ നമുക്ക് വളരെ ആക്യുറേറ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. ചിലപ്പം 10 പോയിൻറ്റും 15 പോയിൻറ്റും ഒക്കെ കാണത്തുള്ളൂ ഒരു ഓപ്ഷന്. പക്ഷേ അതിന് നമ്മൾ SL വയ്ക്കുമ്പോൾ എത്ര വയ്ക്കണം എന്നുള്ള ഒരു കാൽക്കുലേഷനും കൂടെ വേണം. SLും റിസ്ക് റിവാർഡ് കറക്റ്റ് ആയില്ലെങ്കിൽ ആ ട്രേഡ് നമുക്ക് ഇനിഷ്യേറ്റ് ചെയ്യാനും പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ഈ ഒരു ട്രേഡിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സ്റ്റഡീസ്. ജസ്റ്റ് ഫോർ എഡ്യൂക്കേഷൻ പർപ്പസ് ആണ്. അപ്പോൾ ഇതിൽ നിന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും പഠിക്കാൻ പറ്റിയാൽ സന്തോഷം. ഓക്കെ, താങ്ക് യു. ഇഫ് യു വാണ്ട് ലൈവ് അപ്ഡേറ്റ്സ് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. താങ്ക് യു. എനിക്ക് ഞാനത് ഓൺ ചെയ്തോ നോക്കട്ടെ. നിൽക്കുക വെച്ചേ, ഞാനത് ഓഫ് ചെയ്യാം.